ഇന്ന് ഞങ്ങൾ വിൻഷാട്ടിൻ്റെ ഫ്രണ്ട് കുട്ടേട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിലെ പൂരത്തിന് പോകാനായിട്ട് ഒരുങ്ങണത്. കൊളപ്പുള്ളി എന്നൊക്കെ പറയും അവിടെയാണേ. ഇപ്പൊ കണ്ടത് വിൻഷാട്ടിന്റെ പ്രഹസനാണ്. എല്ലാ വീഡിയോസിലും നീ മാത്രം തിളങ്ങി നിൽക്കണുള്ളൂ, ഇനി ഞാനൊന്നും തിളങ്ങട്ടെ എന്നും പറഞ്ഞിട്ടാട്ടോ ഓരോന്നും ഇപ്പൊ കാട്ടിക്കൂട്ടണത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ പൂരത്തിന് പോണത്. വിൻഷാട്ടൻ പിന്നെ പണ്ട് തൊട്ടേ പോവാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഞാനുള്ളതുകൊണ്ട് എന്നെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോയി. അപ്പൊ ചേച്ചിയുടെ വീടിന്റെ അടുത്ത് തന്നെയാട്ടോ ഈ അമ്പലം. രണ്ട് സൈഡും പാടാണ്. ഒരു പാടത്തിന്റെ മുകളിലായിട്ടാണ് ഈ അമ്പലം വരുന്നത്. അപ്പൊ ഇതേ ഇങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ഇതേ ചേച്ചിയുടെ വീട്ടിലേക്കാട്ടോ ഞങ്ങൾ പോണത്. ഇതേ ഈ പാടത്താണ് എന്താ പറയാ അമ്പലവും പരിപാടിയൊക്കെ നടക്കുന്നത്. അവിടെ എത്തിയപ്പോൾ വിൻഷാട്ടിന്റെ എല്ലാ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ ഇതാണ് വീട് കേട്ടോ. ഈ വീടിൻ്റെ ഉമ്മറത്തിരുന്നാൽ തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് പൂരം കാണാട്ടോ. കണ്ടില്ലേ, ഇത് റോഡാണ്. ആ റോഡിലാണ് എല്ലാ പരിപാടികളും നടക്കുന്നത് കേട്ടോ. പൂരത്തിനേക്കാൾ വലിയ ഷോ ആയിരുന്നു കേട്ടോ രാകേഷേട്ടൻ്റെ വക. പൂരം ഒരു 7 മണിയോട് കൂടി ഒന്ന് അവസാനിക്കിട്ടോ. പിന്നെ ഗാനമേളയാണ് തുടങ്ങുക. അപ്പോൾ നമ്മൾ ഗാനമേളയ്ക്ക് പോകാനാണ് ഞങ്ങൾ ഇറങ്ങണത് കേട്ടോ. കുറേ നേരം വീട്ടിലിരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഗാനമേളയ്ക്ക് പോയി എല്ലാവരും കൂടി ഇറങ്ങിയിട്ട്. അപ്പോൾ ഇവരെ വീടിൻ്റെ മുറ്റത്ത് പേരക്കയുടെ മരം ഉണ്ടായിരുന്നു. അപ്പോൾ വിൻഷാട്ട് അങ്ങനെ പറയുന്നുണ്ട്, പണ്ട് ഞങ്ങൾ ഇവിടുന്ന് വന്നാൽ ഇങ്ങനെ പേരക്കൊക്കെ പൊട്ടിച്ച് കഴിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ വീടിൻ്റെ ആ വഴിയിൽ തന്നെയാണ് ഇങ്ങനെ വിൽക്കാനൊക്കെ സാധനങ്ങൾ വെക്കില്ലേ, അതൊക്കെ ഇവരുടെ വീടിൻ്റെ പഠിക്കൽ തന്നെയായിട്ട് എല്ലാതും ഉള്ളത്. അപ്പോൾ അത്ര 10-15 ആനകളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അവരെ തന്നെ അമ്പലത്തിലേക്ക് കയറ്റുകയാണ്. പിന്നെ കാളുണ്ട്, കാളപ്പൂരമാണ്. ഗാനമേള അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ മാസ്ക് ഒക്കെ വാങ്ങി വെച്ചു കേട്ടോ. കാരണം പാടത്താണ് ഈ ഗാനമേള നടക്കുന്നത്. അത്രയും ജനങ്ങളും ഉണ്ട്. മാസ്ക് വെച്ചതിൻ്റെ കാര്യം ഇപ്പം മനസ്സിലായിണ്ടാവുമല്ലോ. അമ്മ അതിരി പൊടിയും ജനങ്ങളും ഉണ്ട്. ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം പാടത്താണ് എല്ലാവരും അർമാദിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തം പൊടിയിലുള്ള കളിയാടുന്നു കേട്ടോ. കുറെ കഴിഞ്ഞപ്പോൾ ഞാനും തേജത് ഒരു സൈഡിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ വിൻഷാട്ട് അതേ കുട്ടേട്ടൻ്റെ കുട്ടീനെ ഷോൾഡറിൽ വെച്ച് കളിക്കുന്ന കണ്ടപ്പോൾ തേജപ്പിന് ഭയങ്കര ഈഗോടി ആയിരുന്നു കേട്ടോ. ഇവിടെ ഇരുന്ന് നോക്കുക, എന്നോട് എണ്ണിപ്പറക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും വിൻഷാട്ടിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ അതേ വെടിക്കെട്ട് കഴിഞ്ഞു കേട്ടോ. എല്ലാം ഒന്ന് അവസാനിച്ചു. പിന്നെ രാകേഷേട്ടൻ്റെ വകയായിരുന്നിട്ട് ചിലവ് ഞങ്ങൾക്ക് ചായയും പിന്നെ എന്താ പറയുക ഇങ്ങനത്തെ പക്കുവട സാധനങ്ങളൊക്കെ വാങ്ങി തന്നു. അപ്പൊ ഞങ്ങൾ അതൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇവരെല്ലാവരും നല്ല രീതിക്ക് അർമാദിച്ചോണ്ട് തന്നെ എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ആകെ ഉഷ്ണിച്ചിട്ട് ആകെ ചളിയിൽ മുങ്ങിയിട്ടാട്ടോ. എല്ലാവരുടെ പാൻറ്റിന്റെ കോലം കണ്ടാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും എത്രത്തോളം ഇവർ അർമാദിച്ചിട്ടുണ്ട് എന്ന്. വിൻഷാട്ടിന്റെ പാൻറ്റ് മാത്രമല്ല കേട്ടോ, എല്ലാവരുടെ അതേ കളറ് മൊത്തത്തിൽ തലയിൽ വരെ മണ്ണും പൊടിയൊക്കെ കടന്നു കേട്ടോ അവരുടെ. അങ്ങനെ ഞങ്ങളിത് ഇതൊക്കെ കഴിച്ചിട്ട് നേരെ ഇതേ വീട്ടിലേക്ക് പോകട്ടെ. അപ്പൊ ആനേനൊക്കെ കൊടുത്തിട്ട് ഇവരുടെ വീടിന്റെ അവിടെ തന്നെയായിട്ട് കെട്ടിയേക്കണത്. അപ്പൊ ഞങ്ങൾ അതൊക്കെ നോക്കിയിട്ടാണ് പോണത്. കണ്ടോ, അവരുടെ വീടിന്റെ ആ തൊട്ടപ്പുറത്ത് തന്നെ ഇത് കെട്ടിയിട്ടുണ്ട് കേട്ടോ, പാടത്ത് കൊടുത്തിട്ട്. പിന്നെ ആനയുടെ മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, നെറ്റിപ്പട്ടും ഈ കൊടയും അതൊക്കെ കൊടുത്തിട്ട് ഇവരുടെ വീണ്ടും ഉമ്മർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇതൊക്കെ തുടർന്നത്. ഞാൻ എല്ലാം ഒന്ന് തൊട്ടോക്കിയിട്ട് നമ്മൾ നേരെ അകത്ത് പോയിരുന്നു. ഫാൻ്റെ ചോട്ടിലിരുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകണമെങ്കിലോ. അപ്പോൾ 12 മണിക്ക് ആയിണ്ടാവട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അങ്ങനെ എല്ലാവരോടും ടാറ്റ പറഞ്ഞിട്ട് നമ്മളിത് വീട്ടിലേക്ക് പോകാം കേട്ടോ. പിന്നെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.